ഉപാധികളില്ലാത്ത സ്നേഹം നമുക്ക് ലഭിക്കുന്നത് അമ്മയിൽ നിന്ന് മാത്രമാണ്. അമ്മയുടെ സ്നേഹത്തിനും വാത്സല്യത്തിനും പകരം വയ്ക്കാൻ ഈ ലോകത്ത് വേറൊന്നും തന്നെയില്ല. കറയില്ലാത്ത മാതൃസ്നേഹത്തിന് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങുന്നു മാമ്പഴം. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു കണ്ണീ. ഞങ്ങൾക്കൊരു മാമ്പഴം കിട്ടി. എവിടുന്നാ ഉണ്ണി? ഇത് വടക്കേല് അപ്പുവേട്ടൻ തന്നേ. ഇതൊന്ന് മുറിച്ചു തരുമോ? ഇപ്പൊ തരാലോ. എല്ലാവരും ഇരിക്കൂട്ടോ. വേഗം കൊണ്ടുവരണേ അമ്മേ, ഞങ്ങൾക്ക് കൊതിയാവുന്നു. ഇതാ എല്ലാവരും കഴിച്ചോളൂ. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. മാമ്പഴം കഴിക്കാണല്ലേ? ഇത് സ്വാദ് അച്ഛാ. അച്ഛന് വേണോ ഒരു കഷ്ണം? വേണ്ട ഉണ്ണി, നിങ്ങൾ കഴിച്ചോളൂ. അച്ഛാ, നമ്മളെ മുറ്റത്തെ തൈമാവ് എന്താ പൂക്കാത്ത ഇതുവരെ? തിടുക്കം കൂട്ടല്ലേ ഉണ്ണി. ഉണ്ണി കുറച്ചുകൂടി വലുതാവുമ്പോ നമ്മുടെ മാവും പൂക്കൂട്ടോ. നാരായണ നാരായണ, ഈ തന്റെ ഉണ്ണിയുടെ സംശയം ഈ മാവ് എന്താ പൂക്കാത്തേന്നോ? ആ, ഞാൻ ദിവസവും മാവിനെ പോയി നോക്കുന്നുണ്ട്. എത്ര നാളായി ഇതുവരെ പൂക്കുന്നില്ല മുത്തശ്ശി. ഈ ഉണ്ണി വിഷമിക്കണ്ടാട്ടോ. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ഉണ്ണി. ഉണ്ണിയുടെ മോഹം മാവ് അറിയുന്നുണ്ട്. വേഗം പൂക്കുട്ടോ. ദിവസങ്ങൾ കൊഴിഞ്ഞു വീഴും. അങ്ങനെയിരിക്കെ ഒരു ദിവസം 4 മാസത്തിൻ മുമ്പിലേറെ നാൾ കൊതിച്ചിട്ടി ബാലമാഗന്ധം പൂവിട്ട് ഉണ്ണികൾ വിരിയവേ. അമ്മേ, അമ്മേ, ഒന്ന് വേഗം ഇങ്ങോട്ട് വരൂ. എന്താ ഉണ്ണി? എന്തിനാ ഒച്ച വെക്കണേ? ഞാൻ നോക്കമ്മേ, നമ്മുടെ മാവ് പൂത്തിരിക്കുന്നു. നേരാണോ പറഞ്ഞത്? എന്റെ ഈശ്വര, ഇപ്പൊ പെട്ടെന്നോ? മുത്തശ്ശി, അച്ഛാ, എന്റെ മാവ് പൂത്തല്ലോ. ഇനി എനിക്ക് വിളച്ചും മാമ്പഴം തിന്നാലോ? ഇങ്ങനെ ഒരു മാമ്പഴം കൊതിയൻ. എല്ലാ മാമ്പഴവും നിനക്ക് എങ്ങനെ തരാം? അത് ശരിയാ. ഇപ്പൊ ഉണ്ണി പോയി കഴിക്കൂ. ഞങ്ങൾ അപ്പുറത്തേക്ക് ചെല്ലണ്ട കേട്ടോ. ഈ പൂങ്കുലയിൽ ഇനി മാങ്ങയുണ്ടാവൂത്രേ. എങ്ങനെയാ അത്? ഈ പൂങ്കുല ഒടിച്ചെടുത്താലോ? എനിക്ക് മാങ്ങയുണ്ടാവുന്നത് കാണാലോ? അമ്മ തൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ചതൂലം മനച്ചെണ്ടൊന്നൊടിച്ച് ആഹ്ലാദിച്ചടുത്തെത്തി ചൊടിച്ചു മാതാവപ്പോ. എന്താ ഉണ്ണി കാട്ടിയേ? ഉണ്ണികൾ തന്നെ മാമ്പൂ ഒടിച്ചു കളഞ്ഞോ നീയെ? മാമ്പഴം വീഴുമ്പോൾ ഓടിച്ചത് എടുക്കേണ്ടവനല്ലേ നീയെ? പൂങ്കുല തല്ലിക്കൊടിച്ചത് നല്ല തല്ല് കൊള്ളാഞ്ഞിട്ടല്ലേ? നിന്നെ ഇന്ന് ഞാൻ അയ്യോ, എന്നെ തല്ലല്ലേ അമ്മേ. അമ്മയുടെ ഒന്നും തല്ലല്ലേ. കുറുമ്പ കാണിച്ചിട്ട് തല്ലല്ലേ എന്ന്. നീ ഇനി മിണ്ടണ്ട എന്നോട്. എന്നാ ഞാനിനി ഒരിക്കലും മാമ്പഴം വെറുക്കാൻ വരുന്നില്ല. എനിക്ക് വേണ്ടത്. കൊച്ചുകുട്ടികൾ പലപ്പോഴും ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരാണ്. മാമ്പഴം പെറുക്കാൻ ഇനി ഇല്ല എന്ന ഉണ്ണിയുടെ വാക്ക് സത്യമായി തീരുന്നു. എന്ത് പറ്റി എന്റെ ഉണ്ണിക്ക്? 3-4 ദിവസമായിട്ട് പഴയ കണിയും ചിരിയും ഒന്നുമില്ല.
ഉണ്ണി കണ്ണു തുറക്കുന്നില്ലല്ലോ. ഉണ്ണിക്ക് എന്ത് പറ്റി? ഉണ്ണി ചീന ചൂടാല് മാവിൽ സ്വർണ്ണ സൗഗന്ധികങ്ങൾ പോലെ മാമ്പഴങ്ങൾ നിറഞ്ഞു നിന്നു. എന്നാൽ അമ്മയുടെ കണ്ണിലോ വറ്റാത്ത കണ്ണീർ പറയും. എല്ലാ കുട്ടികളും മഴ ചുവട്ടി കളിക്കുന്നു. എന്റെ ഉണ്ണി മാത്രം ദാ അവിടെ ഉറങ്ങാം. മാമ്പഴം എന്റെ ഉണ്ണി ഏറെ കുടിച്ചതല്ലേ? അമ്മ കൊണ്ടുവന്നിരിക്കുന്നു. ഒന്ന് എണീക്കുണ്ണി. ഈ മാമ്പഴം കഴിക്കട്ടെ. എന്റെ ഉണ്ണി ഏറെ കാത്തിരുന്നതല്ലേ? ോട് പിണക്കാണോ?